ഏതൊരു തെരഞ്ഞെടുപ്പും നമ്മളെ സംബന്ധിച്ച് ഒരു പരീക്ഷ എഴുതുന്ന പോലെയാണ്. അനുഭവങ്ങളുണ്ടാവുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ അപകടത്തിലേക്ക് പോകുന്നത്. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഒരു വ്യവസായി ആയതുകൊണ്ട്, ഒരു കർഷകനായതുകൊണ്ട്, ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ട് അവന് മത്സരിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ അവകാശം നിഷേധിക്കപ്പെടാനോ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനെ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർ വിജയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെയുള്ളൊരു കൊടുങ്കാറ്റിൽ ഒലിച്ചു പോയത് കൊണ്ടാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും കയറി അവിടെ വീടുകളിൽ കയറി പറഞ്ഞത് ഇവർ സംഖ്യയാണ്. അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളിൽ, അതുപോലെ വർഗീയ പാർട്ടിയാണ്. മുസ്ലിം വീടുകളിലും അത് കയറി പ്രചരിപ്പിച്ചു. ഇതുപോലെയുള്ള ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് 3 MLA-മാരുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ, അപ്പോൾ അവിടെയൊക്കെ ഇത് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് 2 കൂട്ടരും കൂടി ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന 2 പേർക്കും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ എന്താണോ ലക്ഷ്യം കണ്ടത് ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തുകയും ചെയ്യും. 2020 പാർട്ടി ചെയർമാൻ ശ്രീ സാബു ജേക്കബ് നമ്മുടെ പച്ചേരിയാണ്. സാർ, ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നപ്പോഴേക്കും നമുക്കെങ്ങും സീറ്റ് കിട്ടിയിട്ടില്ല. ഇനി എന്താണ് 2020 പ്ലാൻ? അല്ല, നമുക്കിപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പും നമ്മളെ സംബന്ധിച്ച് ഒരു പരീക്ഷ എഴുതുന്ന പോലെയാണ്. ആ പരീക്ഷയിൽ നമ്മൾ പലതും പഠിക്കും, മനസ്സിലാക്കും. അതിൽ വീഴ്ചകളുണ്ടാവാം, അതിൽ നേട്ടങ്ങളുണ്ടാവാം. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് മാറ്റങ്ങൾ വരുത്തി ഒരു പ്രവർത്തന ശൈലി കൊണ്ടുവരിക. എപ്പോഴും നമ്മൾ അനുഭവങ്ങളുണ്ടാവുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ അപകടത്തിലേക്ക് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലക്ഷ്യം ഈ കേരളത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. അതെല്ലാം വിലയിരുത്തി എവിടെയൊക്കെയാണോ അപാകതകളുള്ളത് അതിനെ തിരുത്തി മുന്നോട്ട് പോവുക. പാർട്ടി വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ അടുത്തൊരു മത്സരം വരുമ്പോഴേക്കും ആ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം മത്സരിക്കുന്ന ഒരു സംഭവമല്ലാതെ സ്ഥിരമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരിഹരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറാനായിട്ടാണ് ഞാൻ മാത്രമല്ല NDA ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സെലിബ്രിറ്റികളെ ഇങ്ങനെ സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനെന്താ താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇന്ന വിഭാഗത്തിൽ, ഇന്ന ജാതിയിൽ, അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷനിലുള്ള ആളുകളാണ് മത്സരിക്കാമോളൂ എന്നുള്ള ഒരു നിയമമില്ല. ഇവിടെ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അതാത് സ്ഥലങ്ങളിൽ ആ നിയമമനുസരിച്ച് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഒരു വ്യവസായി ആയതുകൊണ്ട്, ഒരു കർഷകനായതുകൊണ്ട്, ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ട് അവന് മത്സരിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ അവകാശം നിഷേധിക്കപ്പെടാനോ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനെ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ആ പ്രൊഫഷനോട് ചെയ്യുന്ന തെറ്റാണത്. ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണത്. നമ്മുടെ ആരോഗ്യമന്ത്രി എന്തായിരുന്നു? ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണത്. ഈ മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരാളെ എങ്ങനെ മത്സരിച്ചു? എന്ത് അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകയെ നിങ്ങൾ മത്സരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെന്താ ഉത്തരം നിങ്ങൾക്ക്? അപ്പോൾ ഇന്ത്യയിലെ ഏതൊരു പൗരനും അവൻ്റെ മതം, ജാതി, അവൻ്റെ പ്രൊഫഷൻ നോക്കിയിട്ടല്ല നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ അവരുടെ കഴിവുകൾ, ഇപ്പോൾ തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി അവർ സിനിമാ നടിയാണ്, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ്. എല്ലാ ആളുകളും അവരെപ്പറ്റി ഒരുപാട് കുറ്റങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷേ NDAയുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ BJPയുടെ വിലയിരുത്തൽ തൃപ്പൂണിത്തുറയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ടാണത്. അത് അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒരു വിധത്തിലും ഒരാൾക്ക് പോലും ഇനിഷ്യലി അങ്ങനെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒറ്റക്കെട്ടായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു ഫലമാണ് ഇതുവരെ തൃപ്പൂണിത്തുറയ്ക്ക് കിട്ടാത്ത ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കിട്ടി
അവർ വിജയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെയുള്ളൊരു കൊടുങ്കാറ്റിൽ ഒലിച്ചു പോയത് കൊണ്ടാണ്. ആ ഒരു കൊടുങ്കാറ്റിൽ ഇത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും വോട്ടുകൾ, അത് കഴിഞ്ഞ തവണത്തേനേക്കാൾ 30% വോട്ടുകൾ നേടിയെങ്കിൽ അതെന്തുകൊണ്ടാണ്? അങ്ങനെ സെലിബ്രിറ്റിയെ അല്ലെങ്കിൽ സിനിമാ നടിയെ അല്ലെങ്കിൽ സീരിയൽ നടിയെ ജനങ്ങൾ അംഗീകരിക്കില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ അവിടെ? സമയം കിട്ടാതിരുന്നതാണോ ഈ വോട്ട് കുറയാൻ കാരണം? ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയൊരു സംവിധാനം 2020 ഇതുവരെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നൊരു പാർട്ടിയാണ്. ഒരു NDA എന്ന് പറയുന്ന ഒരു മഹാസഖ്യത്തിൻ്റെ കൂടെ, ഇന്ത്യ ഭരിക്കുന്ന ഒരു സഖ്യത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് ഇവിടെ മാത്രമല്ല, സംസ്ഥാന തലത്തിൽ പോകണം, സംസ്ഥാന തലത്തിൽ നിന്ന് ദേശീയ തലത്തിൽ പോകണം. അങ്ങനെ വന്ന് ഞങ്ങളുടെ സീറ്റുകൾ തീരുമാനമെടുത്തത് തന്നെ ഏറ്റവും അവസാന നിമിഷത്തിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണത്. അത് പിന്നെ ഒരാഴ്ച 5 ദിവസമാണ് ഞങ്ങൾക്ക് അതിൻ്റെ നോമിനേഷൻ കൊടുക്കാൻ കിട്ടിയത്. അതിനുശേഷം ഒരാഴ്ച ഈസ്റ്റർ ഹോളിഡേയ്സ് ആയിട്ട് പോയി. പ്രത്യേകിച്ച് ഈ എറണാകുളം എന്ന് പറയുന്ന ക്രിസ്ത്യൻ മേഖലകളാണത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇതുകൊണ്ടും റംസാൻ സമയമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സമയത്ത് ഫ്ലെക്സുകൾ അടുപ്പിക്കാനോ അല്ലെങ്കിൽ പോസ്റ്ററുകൾ അടുപ്പിക്കാനോ അവരെ ഫോട്ടോ സെഷൻ നടത്താനോ ഇതിനൊന്നും സാധിച്ചില്ല എന്നുള്ളതാണത്. പക്ഷേ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ നേടിയ വോട്ട് എന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണത്. അത്രയും ഒരു ഷോർട്ട് ടൈമിൽ ഇത്രയും മണ്ഡലങ്ങളിൽ, അത് ഞങ്ങൾ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിൽ മത്സരിച്ചു. അത്രയും ജില്ലകളിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിച്ച് ഒരു രീതിയിലുമുള്ള ഒരു പ്രശ്നങ്ങളില്ലാതെ ഞങ്ങൾക്കത് പരിഹരിക്കാൻ സാധിച്ചു, മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു വിജയം തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ അടുത്ത തവണ അങ്ങനെയുള്ള പാകപ്പിഴകൾ പരിഹരിച്ചുകൊണ്ട് മുൻകൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ NDAയിലേക്ക് പോയപ്പോൾ ഈ ജനങ്ങളെ അതായത് താങ്കളുടെ അണികളെ 2020 അണികളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിൽ ഈ അണികളെ നമുക്ക് മേൽത്തട്ടിലുള്ള ആളുകളെ നമുക്ക് അവരുമായിട്ട് ആശയവിനിമയം നടത്തി പല ആളുകളെയും കൺവിൻസ് ചെയ്യാൻ പറ്റി. ചില ആളുകളൊക്കെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് കീഴ്ഘടകത്തിലേക്ക്, അതായത് ഒരു വീട് തോറും കയറി നമുക്ക് അത് മനസ്സിലാക്കാനോ ആശയക്കുഴപ്പം പരിഹരിക്കാനായിട്ടുള്ള സമയമുണ്ടായില്ല. അവിടെയാണ് ഞങ്ങളുടെ വോട്ട് കുന്നത്താടക്കം കുറഞ്ഞത്. കാരണം അത് നമ്മുടെ എതിർകക്ഷികൾ മുതലെടുത്തു എന്നുള്ളതാണത്. പ്രത്യേകിച്ച് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകാരും കയറി അവിടെ വീടുകളിൽ കയറി പറഞ്ഞത് ഇവർ സംഖ്യയാണ്, അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളിൽ. അതുപോലെ വർഗീയ പാർട്ടിയാണ്, മുസ്ലിം വീടുകളിലും അത് കയറി പ്രചരിപ്പിച്ചു. അപ്പോൾ പല വിഭാഗങ്ങളിലും ഞങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള വോട്ട് അതുകൊണ്ട് ഡ്രോപ്പ് വന്നു. അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഉള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ പുതിയൊരു സംവിധാനം വരുമ്പോൾ ആളുകളത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് വരാനായിട്ട് എന്തിനൊരു സമയം വരും. നമ്മളൊരു പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു താൽക്കാലിക പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളൊരു ലോങ് ടൈം പ്രോബ്ലമായിട്ട് കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ്, വലിയൊരു പാഠമാണ്. കാരണം ഒരു പുതിയ സംവിധാനത്തിൽ ഞങ്ങൾ 12 വർഷത്തിന് ശേഷം ഞങ്ങൾ വന്നു, മത്സരിച്ചു. അപ്പോൾ അത് വളരെയധികം മുന്നോട്ട് നോക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻസ് നൽകുന്ന ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുപോയത്. അപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസ് ഇലക്ഷന് മുമ്പ് ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ നടത്തിയ കോൺഫറൻസിൽ പറഞ്ഞത്, ഇത്രയും ഭംഗിയായിട്ട് 2015 മുതൽ ഞങ്ങൾ മത്സരരംഗത്തുണ്ട്, ഇത്രയും ഭംഗിയായിട്ട് ഇലക്ഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയത് ഏറ്റവും ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ല, അത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ സംവിധാനമാകുമ്പോൾ ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വരാനായിട്ടുള്ളൊരു സമയമുണ്ടത്. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നമ്മുടെ ഒരു വലിയൊരു ഐക്കണായിരുന്നു. അതിനി വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത്. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഈ തവണ ഭാഗ്യം കൊണ്ട് ആരും അത് പൊട്ടിക്കാൻ വന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലാണത് ഇവിടുത്തെ ആളുകൾ വന്ന് പൊട്ടിച്ചത്. ഇത്തവണയും കളക്ടറേറ്റിൽ നിന്നൊക്കെ ആളുകൾ വന്നു, അവർ പരിശോധനയൊക്കെ നടത്തി. പക്ഷേ നോട്ടീസ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനടി കോടതി പോകാനായിട്ട് ശ്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, പക്ഷേ അവരത് ചെയ്തില്ല. അതുകൊണ്ട് അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണത്. അതങ്ങനെ തന്നെ തുടർന്ന് പോകും. കൂടുതൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണത്. മറ്റ് പഞ്ചായത്തുകൾ മാത്രമല്ല, ഒരുപക്ഷെ ഈ തവണ വിജയിച്ച തിരുവനന്തപുരത്ത്, കൊല്ലം നിയോജക മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ അതിനുള്ള ഒരു ആരംഭം ഞങ്ങൾ കുറിക്കും എന്നാണ് ഞങ്ങൾ അന്തിമമായിട്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഭരണമില്ലെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നറിയില്ല. അതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. BJP ജയിച്ച മണ്ഡലങ്ങളിൽ, ആ 3 നിയോജക മണ്ഡലങ്ങളിൽ, 3 MLA-മാരുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ. അപ്പോൾ അവിടെയൊക്കെ ഇത് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ പേര് തന്നെ ആയിരിക്കുമോ? അല്ലല്ല, അത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് NDA-യുടെ ഒരു ഇത് വരുന്ന സമയത്ത് അത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് NDA-യുടെ ഇതായിട്ടായിരിക്കും ഇത് ചെയ്യുക. അത് നടത്തുന്നത് ആരാ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കുള്ളിൽ 2020 അല്ലെങ്കിൽ BJP അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പലരും വിചാരിച്ചു ഈ സഖ്യം ഇതോടുകൂടി അവസാനിക്കും, അല്ലെങ്കിൽ 2020 വിട്ടുപോകും, അല്ലെങ്കിൽ 2020-യെ പുറത്താക്കും. ഇതൊക്കെ മറ്റുള്ള എതിർകക്ഷികളുടെ സ്വപ്നങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് 2 കൂട്ടരും കൂടി ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന 2 പേർക്കും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ എന്താണോ ലക്ഷ്യം കണ്ടത് ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തുകയും ചെയ്യും. കേരളം പിടിച്ചെടുക്കും തീർച്ചയായിട്ടും. ഞാൻ സൂചിപ്പിച്ച മാതിരി 3 MLA-മാരെ വെച്ചാണ് വെസ്റ്റ് ബംഗാളിൽ BJP തുടക്കം കുറിച്ചത്, 0-ൽ നിന്നും. ഇന്ന് അവിടെ വിജയിക്കാനുള്ള സീറ്റുകൾ മാത്രമല്ല, മൃഗീയ ഭൂരിപക്ഷത്തിൽ 3-2 കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ആ ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാകും. ഞങ്ങൾ 3 സീറ്റിൽ തുടങ്ങിയെങ്കിൽ അതിനുള്ള ഒരു അടയാളമാണ്. ആ തുടക്കം കേരളത്തിൻ്റെ ഭരണം 3-2 അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന മാജിക് നമ്പറിലെത്തി ഞങ്ങൾ ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിട്ട് ഞങ്ങൾ കൊണ്ടുവരും. ഈ ഒരു പരാജയം ഒരു പാഠമായി എടുത്ത് തുടർന്ന് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും പ്രണവസ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.